ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ സംസ്കൃതം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമഹാപാഠ നമ്മൾ എടുത്തു തുടങ്ങിയല്ലേ. അതിൽ എന്താ പേര്, ഹിതം മനോഹാരിച്ച ദുർലഭം വചഃ എന്ന പാഠമാണ്. അതിൽ ഒരു സൂക്തി എടുത്തു അല്ലേ. ഇനി രണ്ടാമത്തെ സൂക്തിയോട്ട് നമുക്ക് തുടങ്ങാം. എന്താ, പേജ് നമ്പർ 86 ആണ്. പേജ് നമ്പർ 86. അതിനു മുമ്പൊരു കാര്യം, ഇത് സെക്കൻഡ് ടേമിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് അവർക്കൂടെ ഇത് ഉപകാരമാവുമല്ലോ, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേജ് നമ്പർ 86 നോക്കൂ, ടെക്സ്റ്റ് നോക്കിക്കോളൂ. ന രത്നം അന്വിഷ്യതി മൃഗ്യദേഹി തത്. ന രത്നമന്വിഷ്യതി മൃഗ്യദേഹി തത്. പദച്ഛേദം വരുമ്പം ന രത്നം അന്വിഷ്യതി മൃഗ്യദേഹി തത്. അന്വയം എന്താ? രത്നം ന അന്വിഷ്യതി. രത്നം ന അന്വിഷ്യതി, രത്നം അന്വേഷിക്കുന്നില്ല. രത്നം ന അന്വിഷ്യതി തത് മൃഗ്യദേഹി. തത് മൃഗ്യദേഹി. മൃഗ്യത എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുക. എന്താണ്? രത്നം അങ്ങോട്ട് അന്വേഷിച്ച് പോകുന്നില്ല എന്നാണ്. രത്നം അന്വേഷിച്ച് പോകുന്നില്ല, പക്ഷേ തത് കി മൃഗ്യതേ, ആ രത്നത്തെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. രത്നം അങ്ങോട്ട് ആർക്കും അന്വേഷിച്ച് പോകുന്നില്ല. ഭാവാർത്ഥം നോക്കുമ്പോൾ മനസ്സിലാവും. ഹീരകാദീനി രത്നാനി ഗ്രാഹകസ്യ അന്വേഷണം ന കുർവന്തി. ഹീരകാദീനി, ഹീരക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൈരക്കല്ലില്ലേ, അതാണ് ഹീരക. ഹീരകാദീനി, ഹീരകം, ആദി മുതലായ എക്സെട്ര, പല പല രത്നങ്ങളില്ലേ, അതുപോലെ ഇങ്ങനെയുള്ള രത്നാനി പ്രഥമ ബഹുവചനം രത്നങ്ങൾ. ഗ്രാഹകസ്യ അന്വേഷണം ന കുർവന്തി. ഗ്രാഹകൻ, അത് ആവശ്യക്കാർക്ക് അങ്ങോട്ട് ചെന്ന് കൊടുക്കുന്നില്ല. ന കുർവന്തി. കുർവന്തി എന്ന് പറഞ്ഞാൽ കൃ ധാതുവാണ്. കൃ ധാതുവിൻ്റെ ലട്ടാണ്, പരസ്മൈപതിയാണ് കൃ. കുർവന്തി, കുർവന്തി. കൃ ധാതു മീൻസ് എന്താ? കൃ ധാതു മീൻസ് എന്താ? ടു ഡു എന്നുള്ള അർത്ഥം. ധാതുഹു പരസ്മൈപതി പ്രഥമ പുരുഷ ബഹുവചനമാണ്. ബാക്കി രൂപങ്ങൾ നോക്കിക്കോളൂ. കരോതിയാണ്. കരോതി ഡൂയിങ്. കരോതി. കുരുതഃ കുർവന്തി. കരോതി കുരുതഃ കുർവന്തി. അപ്പോൾ പ്രഥമ പുരുഷനിലെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം. ഡൂയിങ്, ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഹീരകാദീനി രത്നാനി മുതലായ രത്നങ്ങൾ ഗ്രാഹകസ്യ അന്വേഷണം ന കുർവന്തി. ഗ്രാഹകൻ ആവശ്യക്കാർക്ക് ചെന്ന് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയല്ല ചെയ്യുന്നത്. പിന്നെയോ അപിതു, പിന്നെയോ ഗ്രാഹകാഹ ഏവ രത്നാനാം അന്വേഷണം കുർവന്തി. ഗ്രാഹകർ തന്നെയാണ് രത്നത്തെ അന്വേഷിച്ചിങ്ങോട്ട് വരുന്നത്. തഥൈവ അസ്മാസു യദി ഗുണാഹ സന്തി. അതുപോലെയാണ്. തഥൈവ, തഥാ പ്ലസ് ഏവയാണ് തഥൈവ. തഥൈവ, തഥൈവ, തഥാ പ്ലസ് ഏവ ആണ് തഥൈവ. അതുപോലെ തന്നെയാണ്. എന്ത്? അസ്മാസു. അസ്മാസു അത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അസ്മാസു എന്താണ്? സപ്തമി ബഹുവചനമാണ്. ഏതിൻ്റെ? അസ്മത് ശബ്ദ. സപ്തമി ആകുമ്പോൾ മയി ആവയോഹോ അസ്മാസു. മയി, ബാക്കി രൂപങ്ങൾ വരുന്നത് മയി ആവയോഹോ, മയി ആവയോഹോ അസ്മാസു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളിൽ. നമ്മളിൽ. അസ്മത് ശബ്ദത്തിൻ്റെ പ്രഥമ വരുന്നതിനും അഹം ആവാം വയം, അതിൻ്റെ സപ്തമി. ഇൽ എന്നുള്ള അർത്ഥമാണ് സപ്തമിയുടെ. അസ്മാസു നമ്മളിൽ. യദി ഗുണാഹ, യദി ഗുണാഹ സന്തി. യദി ഗുണാഹ സന്തി, ഏതെങ്കിലും ഗുണമുണ്ടെങ്കിൽ, എങ്കിൽ തർഹി. യദി തർഹി എന്ന് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. യദി വൈദ്യുതി സ്യാത്, വൈദ്യുതി ഉണ്ട്, തർഹി എങ്കിൽ, യന്ത്രം ചലേത്, യന്ത്രം ചലിക്കും. വൈദ്യുതി ഉണ്ടെങ്കിലല്ലേ യന്ത്രം ചലിക്കും. യന്ത്രം മെഷീൻ ചലിക്കുകയുള്ളൂ. അപ്പോൾ യദി തർഹി അതെന്താണ്? ഒരു ഉപസർഗമാണ്.
ഉപസർഗമല്ല, ഒരു അവ്യയമാണ്. എന്താണ് ഈ അവ്യയം എന്ന് പറഞ്ഞാൽ? സാധാരണ നാമങ്ങൾക്കെല്ലാം പിന്നെ വിഭക്തി കാണും, ജെൻഡർ കാണും, എല്ലാം കാണും. പക്ഷേ ഈ അവ്യയങ്ങൾക്ക് ഇതൊന്നും കാണില്ല, അതുപോലെ തന്നെ നിലനിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ യതി ഗുണാഹ സന്ധി, യതി അസ്മാസു ഗുണാഹ സന്ധി, നമ്മളിൽ ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗുണജ്ഞാഹ സ്വയമേവ അസ്മാൻ അന്വേഷ്യ ആഗച്ഛന്തി. ഗുണജ്ഞാഹ, ഗുണം വേണം, അതിൻ്റെ ഗുണം വേണം എന്നുള്ളവർ, അതാണ് ഗുണജ്ഞാഹ. ഗുണജ്ഞാഹ സ്വയമേവ, സ്വയം പ്ലസ് ഏവ, സ്വയമായി തന്നെ എന്ത് ചെയ്യും? അസ്മാൻ, അസ്മാൻ, അസ്മത് ശബ്ദത്തിൻ്റെ ഇത് പിന്നെ സപ്തമി ആകുമ്പോൾ അസ്മാൻ ഏതാണ്? ദ്വിതീയ ബഹുവചനമാണ്. നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. മാം പിന്നെ മാം ആവാം അസ്മാൻ. അപ്പോൾ യതി ഗുണാഹ ഗുണജ്ഞാഹ എന്ത് ചെയ്യും? സ്വയമേവ അസ്മാൻ, നമ്മളെ എന്നുള്ളതാണ് ദ്വിതീയയുടെ അർത്ഥം. നമ്മളെ അന്വേഷിച്ചിട്ട് ആഗച്ഛന്തി, അന്വേഷ്യ, ല്യപ്പ്, അന്വേഷ്യ, ആഗച്ഛന്തി, ആ പ്ലസ് ഗച്ഛന്തി, ആഗച്ഛന്തി എന്ന് പറഞ്ഞാൽ വരുന്നു, ഗച്ഛന്തി എന്ന് പറഞ്ഞാൽ പോകുന്നു, ഗോയിങ്, കമ്മിങ് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ രത്നാംനാം അന്വേഷണം കേ കുർവന്തി, ആരാണ് രത്നങ്ങളുടെ അന്വേഷിച്ച് പോണത്? ഗ്രാഹകാഹ അല്ലെങ്കിൽ ഗുണജ്ഞാഹ, അല്ലേ? അപ്പോൾ അതിനർത്ഥം എന്താണ്? നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തു ചെയ്യും? നമ്മളല്ല അങ്ങോട്ട് ചെന്ന് നമ്മളുടെ കാര്യം പറയേണ്ടത്, അതിൻ്റെ ആവശ്യക്കാർ ഇങ്ങോട്ട് വന്ന് നമ്മളുടെ എല്ലാം അങ്ങോട്ട് നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ ഗുണം മറ്റുള്ളവർ അറിയുന്നു എന്ന് കാണിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അപ്പം മനസ്സിലായില്ലേ? ഇപ്പോൾ വൈരവും ഒക്കെ ആണെങ്കിൽ അത് അങ്ങോട്ട് ചെന്ന് പറയുകയാണോ, എനിക്ക് വൈരമാണോ, ഞാൻ എടുത്തോളൂ എന്നല്ല. ആവശ്യക്കാർ വന്ന് എന്ത് ചെയ്യും? ഇത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെയാണ് നമ്മളിലുള്ള നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഗുണങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞ് അത് അവർ നേടിയെടുക്കുന്നു, അവർ അത് പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഈ സൂക്തിയുടെ അർത്ഥം. അപ്പോൾ അതുപോലെ കേശാം അന്വേഷണം ഗ്രാഹകാഹ പിന്നെ കുർവന്തി, ആരുടെ അന്വേഷണമാണ്? രത്നാനാം. രത്നാന എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം വരുന്നു. ഒന്ന് രത്നങ്ങളും അതോടൊപ്പം തന്നെ രത്നങ്ങൾ പോലുള്ള ജനങ്ങൾ എന്നർത്ഥം. രത്നങ്ങൾ പോലുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഗുണങ്ങളുള്ളവർ എന്നർത്ഥം. അടുത്ത നോക്കിക്കോളൂ, നെക്സ്റ്റ് പേജ് 87. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. കുമാരസംഭവം എന്നൊരു പിന്നെ മഹാകാവ്യമുണ്ട്. മഹാകവി കാളിദാസൻ്റേതാണ് കുമാരസംഭവം. ഒരു മഹാകാവ്യമാണ്. ആ മഹാകാവ്യത്തിലൊരു വരിയാണിത്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. ഖലു എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും, ഷുവർലി, തീർച്ചയായും. ശരീരം ഖലു ആദ്യം ധർമ്മസാധനം. ധർമ്മസാധനം, ധർമ്മപാലനം. നമ്മുടെ ശരീരം വേണം നമ്മൾ ആദ്യം സൂക്ഷിക്കാൻ. അപ്പോൾ പറയില്ലേ, നമ്മുടെ ശരീരം എങ്ങനെ ആരോഗ്യം വേണം, അല്ലേ? അപ്പോൾ ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാകുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം നോക്കിക്കോളൂ. യതി അസ്മാകം ശരീരം സ്വസ്ഥം അസ്തി. എവിടെ യതി വന്നു, അപ്പം തർഹിയും വരും, ഒരു അവ്യയമാണെന്ന് പറഞ്ഞു. യതി അസ്മാകം ശരീരം, അസ്മാകം നമ്മളുടെ ശരീരം. അസ്മാകം ഏത് വിഭക്തിയാണ്? ഷഷ്ടി ബഹുവചനം. ഇവിടെ സപ്തമി വന്നു. അപ്പം ഷഷ്ടി വരുമ്പോഴത്തേക്കിന് മൈ ആവയോഹോ അസ്മാകം. മൈ ആവയോ അല്ല, ഇത് അസ്മാസു സപ്തമി. മറ്റേ ഷഷ്ടി വരുമ്പോഴത്തേക്ക് എങ്ങനെ? മയാ ആവയോഹോ അസ്മാകം. മയാ അസ്മാകം ശരീരം. മയ അല്ല, മമയാണ്. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ. മമ ആവയോഹോ അസ്മാകം. മമ ആവയോഹോ അസ്മാകം. ഞങ്ങളുടെ എന്നുള്ള അർത്ഥം. ഇത് ഷഷ്ടിയാണ്, ഇത് സപ്തമിയാണ്, ഇത് ഷഷ്ടിയാണ്. ഷഷ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ, ഉടെ, ന്, ക്ക് എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നു? അസ്മാകം ശരീരം, ഞങ്ങളുടെ ശരീരം സ്വസ്ഥമസ്തി. നമ്മളുടെ ശരീരം സ്വസ്ഥമാണെങ്കിൽ, സ്വസ്ഥം എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളതാണെങ്കിൽ, ആരോഗ്യത്തോടുള്ളതാണെങ്കിൽ എന്തു ചെയ്യും? വയം
സ്വകർത്തവ്യസ്യ പാലനം കർത്തും ശക്നുമഃ. സ്വകർത്തവ്യം, നമ്മുടെ കർത്തവ്യം, മമ അസ്മാകം കർത്തവ്യം പാലനം കർത്തും ശക്നുമഃ, പാലനം കർത്തും പാലിക്കണം. അതിന് ശക്നുമഃ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രമിക്കണം. ശക്നോതി, ശക്നുതഃ, ശക്നുവന്തി, അതാണ് പ്രഥമ പ്രഥമ പുരുഷൻ. ശക്നുമഃ എന്ന് പറയുന്നത് ഉത്തമ പുരുഷ ബഹുവചനമാണ്. ശക്നോമി, ശക്നുവഃ, ശക്നുമഃ എന്നാണ്. ഉത്തമ പുരുഷനാണ്, ഉത്തമ പുരുഷനാണ് ശക്നോമി. ശക്നോമി, ശക്നുവഃ, ശക്നുമഃ. ശക്നുമഃ എന്താ ഇവിടെ? അഹം ശക്നോമി. നമ്മളാണെങ്കിലോ ആവാം ശക്നുമഃ, വയം ശക്നുമഃ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? വയമാണ് വരേണ്ടുന്നത് അല്ലേ? വയം സ്വകർത്തവ്യസ്യ, വയം വന്നപ്പോഴാണ് സ്വകർത്തവ്യസ്യ, നമ്മുടെ കർത്തവ്യത്തിൻ്റെ പാലനം, പാലിക്കണം. കർത്തും, കർത്തും കൃ ധാതുവിനോട് തുമൻ എന്നൊരു പ്രത്യയം ചേർത്ത് വരുന്നതാണ് കർത്തും, ചെയ്യുവാൻ എന്നുള്ള അർത്ഥത്തിൽ ശക്നുമ ശ്രമിക്കണം. അതഃ സോ അസ്മാഭിः സ്വശരീരസ്യ രക്ഷാ സർവഥാ കരണീയ. യതഃ ശരീരമേവ ധർമ്മപാലനസ്യ പ്രഥമം സാധനം അസ്തി. അതഃ സോ അസ്മാഭിः, ഞങ്ങളാൽ. ഇവിടെ ഷഷ്ടിയും സപ്തമിയും വന്നു. ഇവിടെ ഞങ്ങളാൽ എന്നുള്ളത് ഏതാണ്? ഏത് വിഭക്തിയാണ്? തൃതീയയിൽ ആൽ വരുന്നത്, തൃതീയ. അസ്മാഭിഹി, ബാക്കി ഏതാനും മയാ ആവാഭ്യാം അസ്മാഭിഹി. അപ്പം തൃതീയ വന്നതാണ്. മയാ ആവാഭ്യാം അസ്മാഭിഹി, നമ്മളാൽ എന്നുള്ള അർത്ഥത്തിൽ. അസ്മാഭിഹി, നമ്മളാൽ. അസ്മാഭിഹി എന്ത് ചെയ്യണം? സർവദാ കരണി അസ്മാഭി സ്വശരീരസ്യ, നമ്മുടെ ശരീരത്തിൻ്റെ രക്ഷ സർവദാ കരണീയ, ശ്രമിക്കണം. യതഃ എന്തുകൊണ്ടാ? ശരീരമേവം ധർമ്മപാലനസ്യ പ്രഥമം സാധനം അസ്തി. ധർമ്മപാലനത്തിൻ്റെ, ശരീരത്തെ പാലിക്കേണ്ടുന്നത് പ്രഥമം സാധനം അസ്തി, പ്രഥമം ഒന്നാമത്തെ കാര്യമായിരിക്കണം. അപ്പോൾ ആദ്യം അതായത് ആദ്യം ധർമ്മസ്ഥാപനം കിം, ആദ്യമായിട്ട് ധർമ്മം സ്ഥാപിക്കണത് ഏതാണ്? ശരീരത്തെയാണ് അല്ലേ? ശരീരത്തെയാണ്. അപ്പോൾ ശരീരം നല്ലോണം ശ്രദ്ധിക്കുക. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊരു കുറേ പടങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നില്ല. ആദ്യം ഒരു കുട്ടി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ എക്സസൈസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ നല്ല സാധനങ്ങൾ കഴിക്കുക, കഴിച്ചിട്ട് അത് അടുത്ത കാണിക്കുന്നു. നല്ല ആഹാരങ്ങൾ കഴിക്കുക, അതനുസരിച്ച് നമ്മൾ ഇരുന്ന് പഠിക്കുക, അതോടൊപ്പം തന്നെ എക്സസൈസും ചെയ്യുക. അങ്ങനെ നമ്മുടെ ശരീരത്തെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പരിപാലിക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ബാക്കി കാര്യങ്ങളെല്ലാം വരുകയുള്ളൂ. നമ്മൾ നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ എന്ന് കാണിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് 2 സൂക്തിയാണ് എടുത്തത്. അത് നല്ലോണം ബൈ ഹാർട്ട് ചെയ്യുക. അതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ബാക്കി വരുമ്പോൾ അതനുസരിച്ച് തരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.